അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, താമസമില്ലാത്ത ഒരു വീടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിൽ ചിതലുഴരും, മാറാലുകെട്ടും, ഇഴജന്തുക്കൾ കടന്നു വരും. ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഇടയ്ക്കിടെ പരിശോധിച്ചില്ല എങ്കിൽ ആ വീട് നശിച്ചു പോകും, യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ആ മനസ്സിൽ ഖുർആൻ സ്ഥാനം പിടിച്ചില്ല എങ്കിൽ അഴുക്കുപുരളും, മനസ്സ് ഇരുട്ടുള്ളതാകും. നാം ആലോചിക്കേണ്ടത്, ഇരുട്ട് വ്യാപിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ആ ഇരുട്ട് പടർന്നു കയറാതിരിക്കാൻ വിശുദ്ധ ഖുർആനിനെ മനസ്സിലേക്ക് ചേർത്തു വെക്കണം. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, വ്യക്തമായ ഒരു വെളിച്ചത്തെയാണ് നാം നിങ്ങളിലേക്ക് ഇറക്കിത്തന്നത് എന്ന് അള്ളാഹു പറയുമ്പോൾ ഒരിക്കലും ഈ ഖുർആനിൽ നിന്ന് മുഖം തിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പടച്ചറബ് നമ്മോട് സംസാരിക്കുന്ന അവൻ്റെ വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കം. ആ റബ്ബിനെ കേൾക്കാൻ, ആ റബ്ബിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ചെവികൊള്ളാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ അതെത്ര വലിയ അപരാധമാണെന്ന് ആലോചിക്കുക. ജീവിതത്തിൽ മറ്റെന്തിനും സമയം കാണുന്ന നമ്മൾ ബോധപൂർവം ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അത് വലിയ നാശവും നഷ്ടവുമാണ് നമുക്ക് വരുത്തി വെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നു തന്നെ തീരുമാനമെടുക്കുക, ഖുർആനിൻ്റെ പഠിതാവായി ഞാൻ മാറുകയാണ്. ജീവിതത്തിൽ എത്ര തിരക്കുകളുണ്ടായാലും ഖുർആനിൻ്റെ ഒരു പേജെങ്കിലും പഠിക്കാൻ, വായിക്കാൻ, അതിൻ്റെ ആശയപ്രപഞ്ചത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം എൻ്റെ മുമ്പിലെ ഒരു വെളിച്ചമാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ അത് ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.